സോളാർ വെക്കാൻ വന്ന ആളാണ്. ഇപ്പോൾ അവസ്ഥ ഇതാണ് ഗൈസ്, കൊമ്പത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഇലക്ട്രീഷ്യന്മാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങുന്ന മുമ്പ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്ക്, ഒന്ന് ഫോളോ ചെയ്തേക്ക് ആൻഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. സോ തുടങ്ങല്ലേ, ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ സോളാറിലോട്ടുള്ള ഇൻവെർട്ടർ ലൈനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രോപ്പറായിട്ട്. അപ്പോൾ മൂത്താശ്ശേരി നമ്മൾ റൂഫ് ടോപ്പിൽ ഇരുന്നിട്ട് വയറിങ്ങിൻ്റെ ഫുൾ കാര്യങ്ങൾ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസ് എന്തായാലും വരുന്നതാണ് നമ്മുടെ ചാനലിൽ, അപ്പോൾ ചെക്ക് ചെയ്ത് കേട്ടോ. അതേപോലെ മൂത്താശ്ശേരി അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ആ വെയിലത്ത് നിന്ന് പണിയെടുക്കണം. അപ്പോൾ അത് താഴത്ത് ചെറിയ പ്ലംബിംഗ് വർക്ക് ഉണ്ട്, അതും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെറിയ ആശ്ചര്യം അവിടെ ഇരുന്നിട്ട് നാണം കുണി ക്യാമറ കാണുമ്പോൾ നാണം കുണി കളിക്കുക. എന്തല്ല ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരെ ക്യാമറ ഫെയർ ആണല്ലോ ഇങ്ങനെയൊക്കെയാണ്. അല്ല പിന്നെ എന്താ പറയുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ മാമ്പഴക്കാലല്ലേ, അപ്പോൾ നമ്മളെ മരത്തിന് നല്ല കോമാങ്ങ ഉണ്ട്. അപ്പോൾ അത് പറിക്കാൻ വേണ്ടി നമ്മളെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളെ ഇലക്ട്രീഷ്യൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് കയറും, നിങ്ങളൊന്നും നോക്കണ്ട. അപ്പോൾ മറ്റാൾ ക്യാച്ച് ചെയ്യും പറഞ്ഞു. അപ്പോൾ മറ്റാൾ ക്യാച്ച് ചെയ്യുന്നുണ്ട്. അതാ കൊമ്പത്ത് കയറി നിൽക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു മൂത്താശ്ശേരി അവിടെ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതാനും നിമിഷങ്ങളുള്ളിൽ മുകളിലോട്ട് കയറാനുള്ള എല്ലാതും നോക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെ കയറേണ്ടത് അതിന് ടെക്നിക്കൽ വിഷയങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആൾക്ക് തീരെ ഫിയർ ഇല്ല കേട്ടോ, ഹൈറ്റിന് തീരെ ഫിയർ ഇല്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് മുകളിലാണ്, കുറച്ച് കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾ മുകളിൽ നിൽക്കണം കണ്ടോ. ചായത്തുള്ള മാങ്ങൾ ആദ്യം ഇങ്ങനെ ഓരോന്ന് പറിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ മൂപ്പിന് മുകളിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെ 1.5 കിലോ ഉള്ള ഒരു തോട്ടി, അത് നീളം കൂടുന്നതിനനുസരിച്ച് വെയിറ്റും കൂടും, അങ്ങനത്തെ ടൈപ്പ് തോട്ടിയാണ്. അപ്പം ഒരു ബക്കറ്റും കയറും വെച്ചിട്ട് കയറിയ മൂപ്പര് അതിൻ്റെ മുകളിൽ. ഇത് രണ്ടാമത്തെ ദിവസം കേട്ടോ, കഴിഞ്ഞ ദിവസത്തല്ല, ഇത് രണ്ടാമത്തെ ദിവസം പിന്നെയും മൂപ്പര് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൂപ്പര് സോളാർ വെക്കാൻ വന്നതാണ്. ഇപ്പം മരത്തിൽ മറ്റേ കൊമ്പ് കയറി നിൽക്കണം. കഴിഞ്ഞ ജന്മത്തിൽ മൂപ്പര് ഞാൻ പറയുന്നില്ല, മൂപ്പര് ഒഴിച്ചിടത്തോളം സോറി കേട്ടോ. അങ്ങനെ മൂപ്പര് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ സഹായം ചെയ്യാം കേട്ടോ. നമ്മൾ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഇങ്ങനെ ആൾക്കാർ. 100-ൽ 10% ആൾക്കാർ ഇങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇതേപോലത്തെ ആൾക്കാരെ കാണാൻ ഭയങ്കര ചാൻസ് കുറവാട്ടോ. 10 ഞാൻ പറഞ്ഞില്ല, 100-ൽ 10% ആൾക്കാരുണ്ടാവും. അപ്പോൾ തോട്ടിയും പിടിച്ചിട്ട് മൂപ്പരെ കയറുന്നത് അത്രയും വെയിറ്റ് ഉണ്ട്, അത് മനസ്സിലാക്കണം. ആ ഒരു വെയിറ്റ് നീളം കൂടുന്നതിന് വെയിറ്റും കൂടും കേട്ടോ. അപ്പോൾ മൂപ്പരെ മകനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 4-5 ബക്കറ്റ്, ഏകദേശം എൻ്റെ ഒരു അറിവിൽ 4-5 ബക്കറ്റ് നമ്മളിത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 5-6 ദിവസം കൊണ്ട് കേട്ടോ. അപ്പോൾ അത് ഓരോ ദിവസത്തെതാണ് നമ്മളിങ്ങനെ ഈ വീഡിയോ എടുത്തത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്താണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഏകദേശം ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഏകദേശം 3 ബക്കറ്റോളം 4 ബക്കറ്റോളം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു പരിപാടി ചെയ്യുന്ന നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഇങ്ങനെ വീട്ടിൽ പണിക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അവരവരെ കാര്യം ചെയ്യാതെ ഇങ്ങനത്തെ സഹായം ചെയ്യണ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇത് ഞാൻ മലപ്പുറത്താണ്, മലപ്പുറത്ത് ആൾക്കാർ മാത്രമുള്ളൂ ഇങ്ങനെ സഹായം ചെയ്യണ അറിയില്ല. അപ്പോൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പം ഞാനിങ്ങനെ മലപ്പുറം മറ്റേ ജില്ല അതൊന്നുമല്ല, എല്ലാ നാട്ടിലും ഇങ്ങനെ ആൾക്കാരുണ്ട് അറിയാം. പക്ഷേ അതൊന്നും ഉണ്ടെങ്കിൽ അവരൊന്ന് മെൻഷൻ ചെയ്തോട്ടെ, നമുക്ക് നോക്കട്ടെ എത്ര പേരുണ്ടെന്ന്. സോ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്, ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യും. ഇങ്ങനത്തെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ, അവരും കാണട്ടെ എങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് ഈ ലോകത്തുനിന്ന് ഇത്രയും റിസ്ക് ഒക്കെ എടുത്തിട്ട് ചെയ്യണം. അപ്പോൾ ശരി ഗൈസ്, ബൈ.